നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. എൻ്റെ അഹങ്കാരം കൊണ്ട് ഇല്ലാണ്ടായ നീയുമായുള്ള പ്രണയബന്ധം വീണ്ടെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് 100% ഈ വ്യക്തിയുടെ ഭാഗത്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ ഒരു വായന കാണാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോയതോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് അവസ്ഥകളിലേക്ക് പോയതോ എന്തുകൊണ്ടാണ് എന്നറിയാതെ നിൽക്കുന്നവരാണോ നിങ്ങൾ, എന്നാൽ ഉറപ്പായിട്ടും ഈ വായന നിങ്ങൾ കണ്ടിരിക്കണം. ഉപകാരപ്രദമാകുന്നതായിരിക്കും. ഇതൊരു ജനറൽ വായനയാണ്. ഒരുപാട് ഊർജങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയുമായിട്ട് ഒത്തുപോകുന്നതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം നിങ്ങളത് ഏറ്റെടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്, തനിക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകളുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ടും അതിലൂടെ ഉണ്ടായിട്ടുള്ള മോശക്കേടുകൾക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെയുള്ള നഷ്ടങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി, അപ്പൊ അതിനു വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജമാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിരുന്നു ഈ വ്യക്തിക്ക് പൂർണ്ണത കൊണ്ടുവന്നിരുന്നത്. അത് ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല. ഈ കഴിഞ്ഞ കാലഘട്ടം വരെയും ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഈയിടെയായി ഈ വ്യക്തിയുടെ മനസ്സിൽ പശ്ചാത്താപത്തിന്റെ പലതരത്തിലുള്ള തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ വ്യക്തിക്ക് തൃപ്തി കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ ഊർജവും ആവേശവും എന്നിങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിധത്തിലുള്ള പോസിറ്റീവ് എനർജിയിലേക്കും തിരിച്ചു വരണമെന്ന് ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഒരു പ്രണയബന്ധത്തിൽ ഒരു വ്യക്തി മാത്രം സഹിച്ചതുകൊണ്ടോ പോസിറ്റീവ് ആയതുകൊണ്ടോ താഴ്മയോടുകൂടി പെരുമാറിയത് കൊണ്ടോ ആ പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള സത്യമാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു പ്രണയബന്ധത്തിൽ രണ്ടു പേരും തുല്യരായി തന്നെ നല്ലവരായി നിൽക്കണം. അതിൻ്റെ പരിപൂർണമായിട്ടുള്ള സമർപ്പണ ബോധത്തിൽ നിന്നാൽ മാത്രമാണ് ആ ഒരു പരിശുദ്ധമായ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനും പുതുക്കിക്കൊണ്ട് നാളേക്ക്, അതായത് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അപൂർവമായിട്ടുള്ള കാര്യങ്ങളോടാണ് ഈ വ്യക്തിക്ക് ആഗ്രഹം തോന്നിയിരുന്നത്. അതൊരു അത്യാർത്ഥി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ പറയാം. ഈ വ്യക്തി എന്തോ വലിയ സംഭവമാണെന്നും തനിക്ക് എല്ലാം വളരെയധികം നിഷ്പ്രയാസത്തോടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നും തൻ്റെ പിന്നാലെ മറ്റുള്ളവർ വന്നോളും എന്നുള്ള ഒരു രീതിയാണ് ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. ആത്മാഭിമാനം, സ്വന്തമായിട്ടുള്ള ഊർജം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിക്ക് ഒറ്റക്കാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് ഈ വ്യക്തി വിശ്വസിച്ചിരുന്നത്. എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സോ, അതായത് നിങ്ങളുടെ മനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളോ നിങ്ങളുടെ പ്രാധാന്യമോ ഇഷ്ടങ്ങളോ ഒന്നും തന്നെ ഈ വ്യക്തി തിരിച്ചറിയുവാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനോ തയ്യാറായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വ്യക്തി വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പരാജയങ്ങൾ ഇതിനോടകം ഈ വ്യക്തി അനുഭവിച്ചിരിക്കുന്നു. മാനസികവും ശാരീരികവുമായിട്ട് വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ പോലും നിങ്ങളുടെ ഒരു വാക്ക്,
നിങ്ങളുടെ ഒരു ആശ്വാസ വാക്ക് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആകാം, നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാകാം ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ഈ വ്യക്തിയുടെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ ഒരു തീരാ നോവായി നിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ രണ്ടു പേർക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് റിയൂണിയന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ. അതിന് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടും അതിന് തയ്യാറായിരുന്നു. പക്ഷേ ഈ വ്യക്തി അതിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപായി വഴക്കിട്ടോ പിണങ്ങിയോ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ടോ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വേദനിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ ഈ പെരുമാറ്റവും ഇത്തരം ചിന്താഗതികളും ഒക്കെയായിട്ട് വളരെയധികം പേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയിൽ ഫെമിനൈൻ ഊർജമാണ് ഏറ്റവും കൂടുതൽ നിലകൊള്ളുന്നത്. വളരെയധികം ഇമോഷണൽ പരമായിട്ടും വളരെയധികം സങ്കടം മനസ്സിൽ തോന്നിക്കുകയും എല്ലാ കാര്യങ്ങളെ വളരെയധികം വൈകാരികമായി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സലിവില്ലാത്തതും മനസ്സിൽ ഒരു തരത്തിലും ദയ ഇല്ലാത്തതുമായിട്ടുള്ള ഈ വ്യക്തി ഇപ്പോൾ മനസ്സിൽ ദയ വരുന്നു, അലിവ് വരുന്നു, അതുപോലെ തന്നെ സങ്കടം വരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തി വിചാരിച്ചിരുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അത്രയും അങ്ങോട്ട് കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഈ വ്യക്തിക്ക് മറ്റൊരാൾ വേറെ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മികച്ച ഒരു വ്യക്തി ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും എന്നൊക്കെയാണ് ഈ വ്യക്തി വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ വ്യക്തി ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളാണ് ഈ വ്യക്തിയുടെ യഥാർത്ഥ പങ്കാളി എന്നും ഈ വ്യക്തി ഇനി എങ്ങോട്ടും തേടി പോകേണ്ട ആവശ്യമില്ല എന്നും യഥാർത്ഥ രത്നം അല്ലെങ്കിൽ അത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയോ പുരുഷനോ നിങ്ങൾ തന്നെയാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല ഇത്രയും കാലം. അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഈ പ്രണയബന്ധത്തിൽ ഉടനീളമായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം, മറ്റേത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ പ്രധാനമായിട്ടും വളരെയധികം പ്യൂരിഫിക്കേഷന്റെ ഒരു ഊർജമാണ് ഇവിടെ നല്ല രീതിയിൽ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും പലതരത്തിലുള്ള മേഖലകൾ ശുദ്ധീകരിക്കുവാനായി സാധിച്ചിട്ടുണ്ട്. അത് പാസ്റ്റ് ലൈഫ് കർമ്മമാകാം, നിങ്ങളുടെ ശാപങ്ങളാകാം, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആകാം. എന്തു തന്നെ ആയാലും ഈ പ്രണയബന്ധത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ ഒരു ബന്ധത്തിലും മറ്റാരുമായിട്ടുള്ള ബന്ധത്തിലും ലഭിക്കുകയില്ല എന്നുള്ളത് 100% സത്യമാണ്. ഇതിൽ ചിലർ ഇരട്ട ജ്വാലയിലാണ് എന്നുള്ള ഒരു അറിവും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ട്വിൻ ഫ്ലെയിം ജേണിയിൽ അത് എല്ലാവരുമല്ല, എന്നാലും വളരെ കുറഞ്ഞ വ്യക്തികളാണെങ്കിൽ പോലും ചിലർ ഇരട്ട ജ്വാലയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്, എന്തൊക്കെയോ നേട്ടങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അവിടെ ഈ വ്യക്തി ഒറ്റയ്ക്കാണ്. ഈ വ്യക്തിക്ക് അത് ആസ്വദിക്കുവാനോ സന്തോഷിക്കുവാനോ ഒന്നിനും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദയനീയമായ അവസ്ഥ. എല്ലാം താൻ തന്നെ വരുത്തി വെച്ചതാണെന്നും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ കൊണ്ട് മാത്രമാണെന്നും ഉള്ളൊരു സത്യവും തിരിച്ചറിവും ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് മറ്റാരോടും പരാതിപ്പെടുവാനോ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനോ നിങ്ങളെ കുറ്റക്കാരാക്കുവാനോ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള അധികാരമില്ല. ഇപ്പോൾ അഹങ്കാരപൂർണമായിട്ടുള്ള പലതരത്തിലുള്ള സ്വഭാവവും ഈ വ്യക്തി നിർത്തിവെച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റിവിറ്റിയിലേക്ക് വരുവാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും നല്ലൊരു സൂചന തന്നെയാണ്. തൻ്റെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുകയും അത് തിരുത്താൻ തയ്യാറാവുകയും പോസിറ്റീവ് ഊർജത്തോടെ മുന്നോട്ട് പോകാൻ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു ലക്ഷണം തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഒരു പ്രണയബന്ധത്തെ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തെ വളരെയധികം പ്രകാശിപ്പിക്കുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും മറ്റുള്ളവർ വളരെയധികം അതിശയത്തോടെയും സന്തോഷത്തോടെയും നോക്കുന്ന രീതിയിലുള്ള ഒരു പ്രണയബന്ധത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല അനുഗ്രഹങ്ങൾക്കും
അത്ഭുതങ്ങൾക്കും വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുന്നുണ്ട്. ആർക്കേഞ്ചൽ റാഫേൽ മാലാഖയാണ് നമുക്കിവിടെ ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളുടെ വഴികാട്ടിയാണ് ഈ മാലാഖ. ഈ മാലാഖയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് രണ്ടു പേർക്കുമുണ്ട്. ഈ മാലാഖ എപ്പോഴും അത്ഭുതങ്ങളുടെയും വളരെയധികം സമാധാനം തരുന്നതിൻ്റെയും പ്രണയം തരുന്നതിൻ്റെയും ഒക്കെയുള്ള ഒരു മാലാഖയാണ്. ഈ മാലാഖയെ നിങ്ങൾ ദിവസവും നന്നായി പ്രാർത്ഥിക്കുക, വഴി കാണിച്ചു തരയണമേ എന്ന് പറയുക. കാരണം നമുക്കിവിടെ പ്രയർ എന്ന് പറയുന്ന ഊർജം ലഭിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, ചോർന്നു പോയിട്ടുള്ള ശക്തികളെല്ലാം തന്നെ തിരിച്ചെടുക്കുവാനാവുക. ഇനി നമുക്ക് പ്രണയ സന്ദേശം നോക്കാം. എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എന്നെ അവഗണിക്കല്ലേ പ്ലീസ്, നീ എന്നെ വിട്ടു പോകരുത് പ്ലീസ്. അതെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ഈ വ്യക്തിയുടെ അഹങ്കാരത്തിനൊക്കെ നല്ല രീതിയിലുള്ള ശമനം വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള ഒരു ഫീലിങ്സിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സും ഹൃദയവും ചിന്തകളും ശുദ്ധീകരിച്ച് നല്ലൊരു ബെസ്റ്റ് വെർഷനിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.